ജനപ്രിയ സംവിധായകരുടെ ഇഷ്ടനടനായിരുന്നു പറവൂർ ഭരതൻ. നഗരങ്ങളിലും നാട്ടുംപുറങ്ങളിലും നാം കണ്ടുമറന്ന എത്രയോ മുഖങ്ങളെയാണ് വെള്ളിത്തിരയിലൂടെ ഈ നടൻ ഓർമ്മിപ്പിച്ചത്. അന്നൊക്കെ ഒരു മാധ്യമം ഈ പ്രചരണമെന്ന് ഞങ്ങളെ പറ്റിയൊന്നും ആരും എഴുതില്ല. ഇപ്പം നമ്മളൊരു കഥാപാത്രം ഇന്നങ്ങനെയല്ല, ഏത് പുതുമുഖം വന്നു കഴിഞ്ഞാലും ഒരു സീനിൽ അഭിനയിക്കുന്ന അവൻ പരിചയപ്പെട്ട് അവനെ എഴുതും. ആ സീരിയലിൽ ഇപ്പം ഇത് ടി വിയിൽ അപ്പം ടി വി കാര്യങ്ങളും കൊണ്ട് അത് മാധ്യമം, അപ്പം അതൊരു പ്രചരണമായി. ഇപ്പം സിനിമയിൽ അയാളൊരു സീനുള്ള അത് 2 സീനുള്ളെങ്കിലും അയാൾ ഇന്ന പടത്തിലുണ്ടെന്ന് അറിയാം. അതൊന്നുമില്ല. ഇവിടുത്തെ ഇത് കണ്ടില്ലേ, ഇവിടെ നിന്ന് മദ്രാസിലൊക്കെ പോകണമെങ്കിൽ ഇവിടെ നിന്ന് ബോട്ടിൽ പോകണം, ബസ്സൊന്നുമില്ല ഇതിൽ. ഇവിടെ നിന്ന് നമ്മുടെ ഇവിടെ ബോട്ടിൽ പോയി എറണാകുളത്ത് ചെന്നിട്ട് വേണം പിന്നെ അങ്ങോട്ടും കൂടെ തിരികെ ഈ പറഞ്ഞ ഭാഗങ്ങളിൽ മദ്രാസിലോ എറണാകുളമോ കോഴിക്കോടോ അതൊക്കെ പോകണമെങ്കിൽ അങ്ങനെ ഈ ബോട്ടിൽ കയറിയുള്ള യാത്രയും ഇതൊക്കെ 1-2 ദിവസം വേണ്ടി വരും. ഇന്നത്തെ മാതിരി ഇപ്പോൾ ഒരു കാറെടുത്ത് പോകുന്ന ആ സമ്പ്രദായമൊന്നുമില്ല. അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പാട് അന്നത്തെ അഭിനയ രംഗത്ത് അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. സമ്പന്നതയുടെ നടുവിലിരുന്നല്ല ഭരതൻ സംസാരിക്കുന്നത്. വിപ്ലവ വീര്യമുള്ള മണ്ണിൽ പിറന്ന ഇദ്ദേഹത്തിൽ ഇന്നും ഒരു നല്ല കമ്മ്യൂണിസ്റ്റ് ഉണ്ട്. പട്ടിണിയെ മറികടക്കാനല്ലാതെ സിനിമയിൽ നിന്ന് കൂടുതൽ മെച്ചമായ ജീവിത സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ ഒരു കാലത്തും ഇദ്ദേഹം ശ്രമിച്ചിട്ടില്ല. സിനിമ നൽകിയ ഇത്തിരി സന്തോഷങ്ങളെ ഒത്തിരി സന്തോഷമായി കാണുകയാണ് ഈ നടൻ. കാശ് കിട്ടി തുടങ്ങിയതൊക്കെ ഇപ്പോൾ ഈ പുതിയ പുതിയ ആളുകളൊക്കെയാണ് അതിൻ്റെ ഗുണം കിട്ടിയത്. നസീർ സാറ് പിന്നെ ഈ സത്യൻ സാറൊക്കെ കാര്യമായിട്ടുള്ള എമൗണ്ട് ഒന്നും കിട്ടിയിട്ടില്ല. അതിൻ്റെ മുഴുവൻ അനുഭവിക്കുന്നത് ഇപ്പോൾ പുതിയ തലമുറയാണ്. അതിപ്പോൾ നമുക്ക് ഏത് തലമുറയിൽ വരുന്നതിനും അതിൽ നിൽക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. ഏത് റോളാണ് തരുന്നത്, വില്ലനാണോ സീരിയസാണോ ക്യാരക്ടർ റോളാണോ അതനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കും. ഡ്രസ്സ് തന്നെ മാത്രമല്ല മാറ്റുന്നു. ആക്ഷനിലും കഴിയുന്നതും നമ്മൾ അതുമായിട്ട് താതാത്മ്യം പ്രാപിക്കും. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ചെറുപ്പത്തിലേ ഉണ്ടായില്ല, കിട്ടിയില്ല. ആരും അതിന് ശ്രദ്ധിച്ചിരുന്നില്ല. അതാണ് എൻ്റെ കാര്യം. അപ്പം അതിൻ്റേതായ ഒരു കുറവ് കാണുമല്ലോ. വിദ്യാഭ്യാസം എന്നാണ് വെറും ഇതല്ലല്ലോ. അപ്പം ഇംഗ്ലീഷ് ഹൈസ്കൂളിൽ പഠിക്കും, കോളേജിലൊക്കെ പഠിക്കും. ഇന്ന് വരുന്ന പലരും കോളേജും ഇതൊക്കെ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടാണ് വരുന്നത്. അതൊരു മുതൽക്കൂട്ടാണ് അവർക്ക്. അതിനിടയ്ക്ക് കലാപരമായ വാസനകൾ ഉണ്ടെങ്കിൽ വളരെ അധികം ശോഭിക്കാൻ കഴിയും. ഞാനും എൻ്റെ സിസ്റ്റേഴ്സ്, എൻ്റെ ഓർമ്മയിൽ ഇത് എൻ്റെ ഭാര്യ തങ്കമണി, ഞങ്ങൾ നാടകത്തിൽ വെച്ച് പരിചയപ്പെട്ടു. ഇങ്ങനെ സ്നേഹമായി കല്യാണം കഴിഞ്ഞു. അതിൽ 4 കുട്ടികളാണ്, 3 ആണ്, 1 പെണ്ണ്. ഈ 4 പേരിൽ ഒരാൾ മാത്രം വിവാഹം കഴിച്ചു. ബാക്കി പ്രദീപും മധുവും ഇപ്പോൾ കല്യാണം കഴിക്കാൻ നിൽക്കുകയാണ്. മകളെ കല്യാണം കഴിച്ചു കൊടുത്തു. അതിൽ 2 കുട്ടികൾ. ഒരു കുട്ടി അമേരിക്കയിൽ കല്യാണം കഴിഞ്ഞ് പോയി. ഒരാൾ കോയമ്പത്തൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ പുള്ളിയുടെ അമ്മയൊക്കെ ഉണ്ട്. അപ്പോൾ പുള്ളിയുടെ അമ്മേനെയൊക്കെ നോക്കണ്ടേ. അപ്പോൾ നമ്മുടെ കല അവിടെ വെച്ച് മുറിച്ച് ഇത്രേ ഉള്ളൂ. അതുപോലെ ഇവരുടെ വീട്ടുകാർ ഈ പഴയ മാമൂലുകാരാണ്, അയക്കില്ല. ആളിവിടെ വന്ന് വിളിച്ചപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞു ചേട്ടൻ, ഭർത്താവിൻ്റെ ചേട്ടൻ. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് കൊച്ചിയിലേക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ ഞാൻ ചോദിക്കും. അപ്പോൾ ഞാൻ പി ജാൻ്റെ നാടകത്തിനൊക്കെ അങ്ങ് പോകും. അവിടെ നിന്ന് ഞാൻ പോകും. ഒരുപാട് നാടകം കളിച്ചു. 3 പേരെ പ്രസവിക്കുന്നവരെയും ആൺകുട്ടികളാണ്.
നാടകത്തിനൊക്കെ പോകും. അത് അവിടെയാകുമ്പോൾ ഇവിടെ നിന്ന് പോയാൽ അവിടെ ചെന്ന് നിൽക്കും. ഇവിടെ ഒരു 10 ദിവസം നിന്നാൽ 1 കൊല്ലം ചിലപ്പോൾ ഒരു കൊച്ചിനെയൊക്കെ പ്രസവിച്ച് വരുള്ളൂ. ആ സമയത്തൊക്കെ ഞാൻ അവിടെ നിന്ന് പോകും. പിജാൻ്റെ നാടകം, പിന്നെ പിജാൻ്റെ നാടകമാണ് പിന്നെ അങ്ങോട്ട് കളിച്ചത് 2-3 നാടകം, ഒരുപാട് നാടകമൊക്കെ കളിച്ചു, 2 നാടകം. അപ്പോൾ പിന്നെ കുട്ടികളെ നോക്കണം, പുള്ളി ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കുടുംബഭരണം തലയിൽ ഏറ്റുവെച്ചു, അത്ര ഒന്നുമില്ല. ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, പിന്നെ കുട്ടികളായിട്ടെങ്കിലും ഒന്ന് കാണാമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അത് നടന്നില്ല. ഇപ്പം താഴത്തെ പടിയുമ്പോൾ അങ്ങനെ നിൽക്കുകയാണ് നമ്മൾ. എല്ലാവരെയും കാണുമ്പോൾ സന്തോഷമാണ് എല്ലാവരുടെയും. കലാവാസന ഉണ്ടായിരുന്നിട്ടും മക്കളാരും അഭിനയ രംഗത്തെത്താതെ പോയതിൽ ഭരതനുമുണ്ട് നിരാശ. ഒരു കൈകൊടുത്ത് സഹായിക്കാൻ അടുപ്പമുള്ള സിനിമാക്കാർ മുന്നോട്ട് വരാത്തതിൽ സങ്കടവുമുണ്ട്. നമ്മുടെ കുട്ടികൾ ഒന്നിനും പോയില്ല. ഇപ്പം മധുവൊക്കെ വിദ്യാഭ്യാസമുണ്ട്, പഠിക്കാൻ നമ്മൾ കഴിയുന്നതൊക്കെ ശ്രമിച്ച്. അതിന് മൂത്ത ആളുണ്ട്, അയാളും പഠിക്കുക SSLC വരെ. പിന്നെ അജയനുണ്ട്, അയാൾ കോളേജ് വരെയൊക്കെ പോയി. എന്നാലൊരു ഗ്രാജുവേറ്റ് ഒരു ഇത് എടുക്കാനുള്ള ഇതൊന്നും വന്നില്ല. നമ്മളിത് പിടിയില്ലല്ലോ. അവരവരുടെ ഇഷ്ടത്തിന് നടക്കും, പോവും. നമ്മൾ വരുമ്പോൾ പിന്നെ ബുക്കായി അതായി ഫീസായി ഒക്കെ ഇത് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പൈസ കൊടുത്തിട്ട് പോകും. ഇത് തന്നെ ശ്രദ്ധിക്കാൻ ആളില്ലായിരുന്നു. എനിക്ക് പറ്റിയതുപോലെ തന്നെ നമുക്ക് ആരും പറഞ്ഞ പോലെ ആരും ഉണ്ടായില്ല. അച്ഛനും അമ്മയും അമ്മ ഉണ്ടായിരുന്നെങ്കിലും അവരും സഹായം. അച്ഛൻ എനിക്ക് 8 വയസ്സുള്ളപ്പോൾ മരിച്ചു. രോഗങ്ങളോട് മല്ലിട്ട് സിനിമയ്ക്ക് പുറത്ത് ജീവിക്കുകയാണ് ഈ കലാകാരൻ. 1000-ലധികം വേഷങ്ങൾ ആടിത്തീർത്ത് ചമയങ്ങൾ അഴിച്ചുവെച്ച ഒരിടവേള. ദൂരെ നിന്ന് നോക്കുന്നവർക്ക് ഭരതൻ സമ്പന്നനാണ്. സിനിമാ നടന്റെ പേരും പ്രൗഢിയും മാറ്റിവെച്ച് നോക്കിയാൽ യാതനാപൂർവമാണ് ജീവിതം. അസുഖമുണ്ട്, അത് പിന്നെ മറ്റു പലതിലേക്ക് കയറി ബാധിച്ചു. ഷുഗർ, പ്രഷർ, ഷുഗറിൻ്റെ പിന്നെ അങ്ങനെ പല രോഗങ്ങളും. ഇപ്പോൾ വേറെ രോഗങ്ങളൊന്നും വരാതിരിക്കാനുള്ള മരുന്നാണ് കഴിക്കുന്നത്. മമ്മൂട്ടി ഇവിടെ ഇരിക്കുന്ന ഇയാളിവിടെ നമ്മുടെ മോഹൻലാൽ മമ്മൂട്ടിയുടെ പേര് ഒന്ന് പറയാനുണ്ട്, ഇയാളുടെ പേര് കിട്ടുന്നില്ല. എന്തൊരു അക്രമം തോന്നുന്നു. അങ്ങേരുടെ പേരെടുത്ത് പറയാൻ പറ്റുന്നില്ല. എന്താണെന്ന് ചോദിക്കുക. വേറെ ആൾ നെടുമുടി വേണുവിന് പുള്ളിയോട് ഞാൻ ചോദിക്കും, എന്താ ഇയാൾ കാണിക്കുന്നത്? അങ്ങനെയുള്ള ഒരുപാട് ഈ ഓർമ്മ കുറവുണ്ട്, ഒരുപാട് മണ്ടത്തരങ്ങൾ. അത് പ്രഷറിൻ്റെ എന്നാണ്. സിനിമയിലൊക്കെ വിളിച്ചു കഴിഞ്ഞപ്പോൾ പറ്റിയ കമ്പനിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളറിയാവുന്ന ചില ഇതുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ പോകാമെന്നുണ്ട്. ഭരതന്റെ ഈ വിശ്രമകാലം പകരം വയ്ക്കാനില്ലാത്ത ഒരു നടന്റെ മാറി നിൽക്കലാണ്. ഇനിയും ഒത്തിരി കഥാപാത്രങ്ങളുമായി ഭരതനെ കാണാൻ കാത്തിരിക്കുന്ന പ്രേക്ഷകർ ഏറെയാണ്. കഥാപാത്രങ്ങളും ഈ അനുഗ്രഹീത നടനെ മോഹിക്കാതിരിക്കില്ല. ആരോഗ്യത്തോടെ ആർക്ക് ലൈറ്റുകളുടെ മുന്നിലേക്ക് പറവൂർ ഭരതൻ മടങ്ങി വരുന്നത് ഞങ്ങളും കാത്തിരിക്കുന്നു.